ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂറോപ്യൻ കൺട്രി സ്ലോവേനിയയ്ക്ക് ഇപ്പോൾ കുറേ വേക്കൻസി ഉണ്ട് കേട്ടോ, ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ലൈസൻസ് എടുക്കുക, പിന്നെ എംബസിയിലെ ഇൻ്റർവ്യൂ എന്തൊക്കെയാണ് ചോദിക്കുക, പിന്നെ ഇവിടെ വന്നിട്ടുള്ള ടാക്കോ കാർഡ്, കോഡ് 95, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് സുഖമുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചാണ്. പിന്നെ സ്ട്രെയിറ്റ് റോഡ്, പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാം, പിന്നെ നല്ല സാലറി, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചാണ്. പക്ഷേ അത് ഓടിക്കണവന് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടില്ലെങ്കിലും എല്ലാ പണിക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഈ ഒരു ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡെലിവറിക്ക് പോകണതാട്ടാ. അപ്പോൾ ഇത് ഓടിക്കേണ്ടത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്, മലയാളി തന്നെയാണ്. അപ്പോൾ ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാനും ജസ്റ്റ് കയറി പോയതാണ്. അപ്പോൾ നമ്മൾ ട്രക്കിനെ പറ്റിയല്ലോ പറയണേ. അപ്പോൾ ട്രക്കിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു, അതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ തന്നെ ബയോമെട്രിക്സിന് പോകും, സബ്മിഷന്. അപ്പോൾ എംബസിയിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ. നമ്മുടെ കമ്പനി എവിടെയാണ്, പിന്നെ കമ്പനിയുടെ പേരെന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ ട്രക്കിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ അവർ. ഈ ട്രക്കിൻ്റെ പിന്നെ നിങ്ങൾക്ക് കോഡ് 95ൻ്റെ കാര്യങ്ങൾ, പിന്നെ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കട്ടോ. ട്രക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഇവൻ പറഞ്ഞതൊരു 5, 10, 12 ക്വസ്റ്റ്യൻസോളം ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു എംബസി ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ചോദിക്കുക. പിന്നത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ലൈസൻസിൽ ഇന്ത്യൻ ലൈസൻസ് നമ്മൾ ഇൻ്റർനാഷണൽ ആക്കണം. അത് നമുക്ക് ഓരോ മറ്റേ ഡ്രൈവിംഗ് സ്കൂൾ വഴി ചെയ്തു തരും, പിന്നെ അല്ലാണ്ട് അക്ഷയയിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ ഇതുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനെത്ര ഒരു 1500 സംതിങ് വരുന്നുണ്ട്. നമ്മൾ ഓരോ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുമ്പോൾ അവരുടെ ചാർജ് പോലെ ഇരിക്കും. ഇപ്പോൾ 2000, 3000 അങ്ങനെയൊക്കെ ചിലപ്പോൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 1 കൊല്ലം വരെ ഇവിടുത്തെ വണ്ടികൾ ഓടിക്കാൻ പറ്റും കേട്ടോ. ഈ ട്രക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. നമുക്ക് കാറും ബൈക്കൊക്കെ നമുക്ക് 1 കൊല്ലം വരെ ഓടിക്കാൻ പറ്റും. 1 കൊല്ലം വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ലൈസൻസ് എടുക്കണം. പിന്നെ നമ്മളിവിടെ എത്തി, അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഒരു ഡേറ്റ് എടുത്ത് തരും. ആ ഡേറ്റിൽ നമുക്കൊരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിലവർക്ക് 3 ദിവസം ക്ലാസ് ഉണ്ടാവും, ചിലവർക്ക് 5 ദിവസം ക്ലാസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ. അത് ഓരോരുത്തർ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് എക്സാം. അപ്പോൾ നമുക്ക് എക്സാം നമ്മൾ പേപ്പറിൽ എഴുതുക, അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടാ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നമുക്ക് ക്ലാസ്സൊക്കെ പിന്നെ കമ്പ്യൂട്ടറിലാണ് അവർ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ കാണിച്ചു തരും, നമ്മുടെ അവിടുത്തെ മാതിരി തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം വരുന്നത് പേപ്പറിലാണ് കേട്ടോ. അത് ഇവരെ ലാംഗ്വേജും ഉണ്ടാവും, പിന്നെ ഇംഗ്ലീഷിലും ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷല്ലേ ഒന്നും കൂടി ഇതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് A, പാർട്ട് B, പാർട്ട് C അങ്ങനെയാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് 60 മാർക്ക് കിട്ടണം, എന്നാലാണ് നമ്മൾ പാസ്സാവുള്ളൂ ഈ കോഡ് 95 എന്ന് പറഞ്ഞ എക്സാം. അപ്പോൾ ഈ പാർട്ട് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരു 100 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് മാത്രം ശരിയാക്കിയാൽ മതി. അത് പാർട്ട് A എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് സുഖമെന്നാണ് പറഞ്ഞത്. പിന്നെ പാർട്ട് Bയിൽ നമുക്ക് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ 8 10 വരുള്ളൂ. അതിൽ നമ്മൾ അത് ശരിയാക്കണം. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, എക്സാമൊന്നും കുഴപ്പമില്ല. അവർ മുൻപ് ക്ലാസ് തരുമ്പോൾ ഇന്ന ക്വസ്റ്റ്യൻസാണ് വരാമെന്നൊക്കെ പറഞ്ഞ് അവരൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് കാണിച്ചു തരും. പക്ഷേ എക്സാം നമ്മൾ ABC അങ്ങനെ മാർക്കയിലാണ്. അപ്പോൾ ഈ പാർട്ട് Bയിൽ ഈ കാർഗോയുടെ കാര്യങ്ങളൊക്കെ കേട്ടാ, അതൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പാർട്ട് Bയിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ പാർട്ട് Cയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേസ് സ്റ്റഡിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അതിനെ ബേസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് പിന്നെ ചോദിക്കുന്നത്. ഇതിൻ്റെ മൈലേജ് കാൽക്കുലേഷൻ, പിന്നെ അങ്ങനെ കിലോമീറ്റർ, പിന്നെ ടാക്കോ കാർഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ എങ്ങനെ ഈ റൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പാർട്ട് Cയിൽ വരുന്നത്. അവൻ പറഞ്ഞത് നമുക്ക് എക്സാമൊക്കെ സുഖമായിട്ട് പാസ്സാവാൻ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയണേ. പക്ഷേ 1 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാവണവരുണ്ട്, 2 പ്രാവശ്യം എഴുതിയിട്ട്, ചിലവരൊക്കെ 3 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് പാസ്സാവണവരൊക്കെ ഉണ്ട് കേട്ടോ. ചിലവരൊക്കെ വന്നിട്ട് അവൻ പറയണേക്കാറുണ്ട്. ചില നമ്മുടെ ഇന്ത്യൻസ് തന്നെ, ചില പഞ്ചാബീസൊക്കെ വന്നിട്ട് 3 പ്രാവശ്യമൊക്കെ എഴുതിയവരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എക്സാമൊക്കെ പാസ്സായിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു പിൻ പേപ്പർ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഡ് 95, ടാക്കോ കാർഡ്, അങ്ങനത്തെ കുറേ ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കമ്പനി അനുസരിച്ച് നമുക്ക് ട്രെയിനിങ് തരും. ചിലർ 1 മാസം ട്രെയിനിങ്, ചിലർ 2 മാസം, അതങ്ങനെ ഓരോ കമ്പനി അനുസരിച്ചിരിക്കും. പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും, ട്രെയിനിങ്ങിന് പൈസ കിട്ടുമെന്ന്. നമുക്കപ്പോൾ ട്രെയിനിങ്ങിന് അവരൊരു 1200 യൂറോളം നമുക്ക് ബേസിക് സാലറി തരണം കേട്ടോ. അത്
എല്ലാ കമ്പനിയും തരും, അത് ഇവിടുത്തെ റൂളാണ്. നമുക്കിങ്ങനെ പൈസ കിട്ടും അത്. പിന്നെ ഈ കോഡ് 95 ഈ ടാക്കോ കാർഡൊക്കെ ഇല്ലേ, അതിങ്ങനെ കമ്പനി തന്നെ പൈസ കൊടുത്ത് എടുക്കണ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിന് ഇതിനൊന്നും പോകാണ്ട് നമുക്ക് കമ്പനി തന്നെ പൈസ കൊടുത്ത് എടുത്തന്നെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ചില കമ്പനിയൊക്കെ അങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പൈസ കുറച്ച് എത്ര 1000-2000 യൂറോ അങ്ങോട്ട് കൊടുക്കണം എന്ന് വേണം ഇത് കിട്ടണമെങ്കിൽ. അങ്ങനെ സ്വാധീനമുള്ളവരൊക്കെ അങ്ങനെ എടുക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ഈ റൂളുകളും പിന്നെ എങ്ങനെ ഓടിക്കണതിനൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിന് തന്നെ പോകണമല്ലോ. പിന്നെ ഇവിടെ നമ്മുടെ അവിടുത്തെ മാതിരി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അല്ല കേട്ടോ, ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന് നമുക്ക് ട്രെയിനിങ്ങും ഒക്കെ തന്ന് നമ്മൾ സെറ്റ് ആവും കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാക്കോ കാർഡ് എന്താണെന്ന് ചിലവർക്ക് സംശയം ഉണ്ടാവും കേട്ടോ. ഈ ടാക്കോ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ATM കാർഡിൽ അതേമാതിരത്തെ ഒരു കാർഡാണ്. നമ്മുടെ ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ഇതുള്ളൊരു കാർഡാണ്. അപ്പോൾ നമ്മൾ ഈ 3500 കിലോ മേലെ ക്യാരി ചെയ്യണ വണ്ടികളിൽ ഈ ടാക്കോ മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടാവും. അതായത് 3.5 ടണ്ണിന് മേലെ കൊണ്ടുപോകുന്ന വണ്ടികളിൽ ഈ മെഷീൻ ഉണ്ടാവും. അപ്പോൾ ഈ മെഷീനിലാണ് നമ്മൾ ഈ കാർഡ് ഇടുന്നത്. നമ്മളിപ്പോൾ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ മെഷീൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം വഴി ട്രാവൽ ചെയ്തു, ഏതൊക്കെ കൺട്രി ട്രാവൽ ചെയ്തു, പിന്നെ എന്തോരം ടൈം വണ്ടി ഓടിച്ചു, എന്തോരം ടൈം റെസ്റ്റ് എടുത്തു, അതൊക്കെ അറിയാനാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഈ സാധനം ഇടണം. വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. എങ്ങാനും ബൈ ചാൻസ് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ നമുക്കും കിട്ടും, നമ്മുടെ കമ്പനിക്ക് കിട്ടും. ചില കമ്പനികളിൽ നമ്മുടെ സാലറിയിൽ നിന്ന് ആ ഫൈൻ കട്ട് ചെയ്യും. ചിലവർ അവർ തന്നെ അടയ്ക്കണവരുണ്ട്. അത് ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമ്മൾ ഈ സാധനം എന്തായാലും ഇടണം, അത് മസ്റ്റായിട്ട് ഇടണം. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ഫൈനൊന്നുമല്ല വരാം. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഫൈൻ വരും ഇവിടെ. നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കത് സുഖമായിട്ട് തോന്നും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു നിസാനിൽ കൊണ്ടുപോകണത് 10 ടൺ 7 ടൺ മരയ്ക്കാണ്. ഇവിടെയൊക്കെ ഒരു വലിയ ട്രക്കിൽ, ആ നിസാൻ്റെ 3 വലിപ്പമുള്ള ട്രക്കിലാണ് അതിൻ്റെ പകുതി മരം കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ അവിടെ വണ്ടി ഓടിച്ചവൻ ഇവിടെ എന്തായാലും അടിപൊളിയായിട്ട് ഓടിക്കുമല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാക്കോ കാർഡ് ഇട്ടിട്ട് ഒരു 4.5 മണിക്കൂർ വണ്ടി ഓടിക്കണം. ഈ 4.5 മണിക്കൂറിൽ നമ്മൾ 4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ പാർക്ക് ചെയ്യാനുള്ള അടുത്ത സ്ഥലം നോക്കണം. എങ്ങാനും നമ്മളിപ്പോൾ 4.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ പാർക്കിങ്ങിനുള്ള സ്ഥലം അന്വേഷിക്കണം. അതിനാണ് ഈ അരമണിക്കൂർ അവർ എക്സ്ട്രാ ഇട്ടത്. അപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സ്ഥലം അന്വേഷിക്കണം. എങ്ങാനും ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ മേലെ കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ 5 മിനിറ്റ് ലേറ്റ് ആയെന്നൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വിൽക്കണത്. ഇങ്ങനെ നമ്മൾ വണ്ടി എങ്ങാനും പിടിക്കണതിൽ മുന്നേ തന്നെ എന്നിട്ട് പോലീസുകാരെ കാണിക്കുക, എനിക്കിങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ഓടിച്ചതെന്ന് പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഈ 5 മിനിറ്റിന് പകരം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും ഫൈൻ ചെയ്യും. അതിനൊന്നും അവർ ഒരു ഇത് കാണിക്കാൻ വഴിയില്ല. പിന്നെ ഈ ടാക്കോ കാർഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ വണ്ടികളിൽ നമ്മൾ ഈ ടാക്കോ കാർഡിൽ നമ്മൾ ഓരോ കൺട്രി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൺട്രി മാറുമ്പോൾ ഈ ടാക്കോ കാർഡിൽ നമ്മൾ കൺട്രി മാറ്റി കൊടുക്കണം. പിന്നെ പുതിയ വണ്ടിയാണെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക് മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഴയ ടാക്കോ കാർഡാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം ഈ ടാക്കോ കാർഡിൽ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വേറൊരു കൺട്രി വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് അവർ ഫൈൻ ചെയ്യാൻ ചിലപ്പോൾ വഴിയുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ചെക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷൻ കൂടിയുണ്ട് അവർ പറഞ്ഞത് അവർ ബാക്കിൽ ഇതൊക്കെ തുറന്നു നോക്കുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇല്ലീഗലായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടും DRC കാർഡൊക്കെ അവർ ചോദിക്കുമെന്ന് പറഞ്ഞ്. പിന്നെ വണ്ടിയിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ അതിനൊക്കെ നമുക്കൊരു ബില്ല് വേണം കേട്ടോ, പേപ്പർ വേണം. ഇപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിനൊക്കെ നമുക്കൊരു പേപ്പർ വേണം. പിന്നെ എവിടേക്കാണ് ഡെലിവറി, അതൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ പേപ്പർ വേണം. അത് കൂടാണ്ട് തന്നെ ഒരു പാസ്പോർട്ടും DRC കാർഡും ഒക്കെ ചോദിക്കും നമ്മുടെ ഈ ഡീറ്റെയിൽസൊക്കെ. പിന്നെ ഈ ടാക്കോ കാർഡിൻ്റെ റെസ്റ്റിംഗ് ടൈം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4.5 മണിക്കൂർ വണ്ടി ഓടിക്കുക, അത് കഴിഞ്ഞൊരു 45 മിനിറ്റ് റെസ്റ്റ്, അത് കഴിഞ്ഞ് വീണ്ടും 4.5 മണിക്കൂർ വണ്ടി ഓടിക്കുക, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കുള്ള റെസ്റ്റ് തന്നെ. 11 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് എടുക്കണം. പിന്നെ ഈ 11 മണിക്കൂർ റെസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് വീക്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ 9 മണിക്കൂർ വെച്ച് 3 ദിവസം എടുക്കുക, പിന്നെ 2 ദിവസം വെച്ച് 11 മണിക്കൂർ, അങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് അത് ടൈം ഷെഡ്യൂൾ മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കില്ലേ വീക്കിലി നമുക്ക് 48 മണിക്കൂർ റെസ്റ്റ് എടുക്കണം നിർബന്ധം കേട്ടോ. അതും പിന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് 24 മണിക്കൂറായിട്ട് റെഡ്യൂസ് ചെയ്യാം. പക്ഷേ അതിലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഴ്ച അത് 48 എന്നുള്ളത് 24 മണിക്കൂറായിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അടുത്ത ആഴ്ച നിർബന്ധമായിട്ട് 48 മണിക്കൂർ തന്നെ എടുക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ശരിയാവില്ല, അത് അവർ പ്രശ്നമാക്കും അത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടാക്കോ കാർഡിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഈ ടാക്കോ കാർഡ് എങ്ങനെയാണ് ഇടണേന്ന് ആ മെഷീനൊക്കെ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നല്ല സാലറി കിട്ടണമെന്ന് പറഞ്ഞാലും ആ ജോലിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ് ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോണത് 3 ദിവസം 4 ദിവസം ഡെലിവറി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് വേറൊരു കൺട്രിക്കായിരിക്കും, നെതർലാൻഡ് ആയിരിക്കും, ചിലപ്പോൾ ജർമ്മനി ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും പോണേ. അപ്പോൾ നമുക്ക് ഉറക്കം കറക്റ്റ് ടൈമായിട്ട് ഇതാവില്ല. നമ്മളിപ്പോൾ ഇന്ന് രാവിലെയാണ് ഉറങ്ങണമെങ്കിൽ പിന്നെ നാളെ വൈകുന്നേരമായിരിക്കും ഉറങ്ങണേ.
പിന്നെ രാവിലെ ഉറങ്ങാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ 3 ദിവസം നമ്മൾ ആ വണ്ടിയിൽ തന്നെയായിരിക്കും. നമ്മുടെ ഇതൊക്കെ നമ്മൾ ഉറക്കം ഭക്ഷണമൊക്കെ ആ വണ്ടിയിൽ തന്നെയായിരിക്കും. പിന്നെ നമുക്ക് മെയിൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവർ പറയുന്നത് നമ്മളിപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ടാണ് ബുദ്ധിമുട്ട്. ടോയ്ലറ്റ് മിക്ക പാർക്കിങ്ങിലും ഫ്രീ ആണ്, പക്ഷേ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ കിട്ടിയെന്നൊന്നും വരില്ലല്ലോ. പിന്നെ അവർ പറയുന്നത് ഈ നമ്മൾ കുളിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് പറയണത്. ചിലയിടത്തൊക്കെ ഫ്രീ ആയിരിക്കും, പക്ഷേ ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ 3 യൂറോ 4 യൂറോളം കൊടുക്കണം നമുക്ക് ഷവർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിന്. അപ്പോൾ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടാണ്. ഒരാഴ്ചയോളം നമ്മളിങ്ങനെ കുളിക്കാണ്ടിരിക്കുക, പിന്നെ കറക്റ്റായിട്ട് ഉറക്കമില്ല. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഉറങ്ങിയാൽ പിന്നെ നാളെ ഉറങ്ങുന്നത് വൈകുന്നേരമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇത്, പിന്നെ ഫുഡും അതിൽ തന്നെ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ഇത്. പിന്നെ നമുക്ക് ഫാമിലീനെ കൊണ്ടുവരാനും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരണമെങ്കിൽ പിന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെയാണ് ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റ് അവരുടെ റൂൾസ് തന്നെ ഇതാക്കണം, ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫൈനായിട്ട് കിട്ടും. ഇപ്പോൾ ചില സ്ഥലത്ത് 1 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കിലോമീറ്ററിൽ ഓടിയില്ലെങ്കിൽ എങ്ങാനും ബൈ ചാൻസ് ചെക്കിങ്ങിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. പിന്നെ നമുക്ക് റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ പോലീസ് വണ്ടി അല്ലാണ്ട് വേറെ ഇപ്പോൾ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ആ വണ്ടികളിനെ വന്ന് നമ്മളങ്ങനെ സമ്മതിക്കില്ല റോഡ് സൈഡിൽ നിന്ന് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സമ്മർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോൾ ചില റോഡുകളിലൊക്കെ ഈ മഞ്ഞ് വീണ് കിടക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ സാലറി കിട്ടും, അതാണ് സുഖമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഡെലിവറിക്ക് പോകാൻ നമ്മൾ സഹായിക്കേണ്ടി വരും അവരെ. ചിലപ്പോൾ ലോഡ് ഇറക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ലോഡ് ഇറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷീറ്റും ഇതൊക്കെ തുറക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ മഴ കൊള്ളേണ്ടി വരും. ചിലപ്പോൾ മഞ്ഞാണെങ്കിൽ മഞ്ഞ്, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക ട്രക്കുകളും അടിപൊളി ട്രക്കുകളായിരിക്കും കേട്ടോ. ഒന്നാമത്തെ ഓട്ടോമാറ്റിക് ആയിരിക്കും, മാനുവലുണ്ടാവും, മാനുവലും കുറവായിരിക്കും. പിന്നെ ക്രൂയിസ് കൺട്രോളുണ്ട്, പിന്നെ നമുക്ക് എയർ കണ്ടീഷൻ ഉണ്ട്, പിന്നെ സീറ്റായാലും എയർ സസ്പെൻഷനുള്ള സീറ്റുകളാണ്. പിന്നെ അടിപൊളി കേട്ടോ, ട്രക്കുകളൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ. പിന്നെ റോഡായാലും നമ്മുടെ നാട്ടിലെ മാതിരി വളവ് കയറ്റം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സ്ട്രെയിറ്റ് റോഡുകളാണ്, അടിപൊളി റോഡുകളൊക്കെ ആട്ടോ ഇവിടുത്തെ. നമ്മളിപ്പോൾ ഒരു ലോഡ് കയറ്റി കെട്ടാണ്ട് പോയാലും എവിടേക്കും പോവില്ല, സുഖമായിട്ടിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡ്രൈവിംഗ് ജോബ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ജോബാട്ടോ. അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അടിപൊളി ജോബാട്ടോ ഡ്രൈവിംഗ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രക്കിൻ്റെ കാര്യങ്ങളും. പിന്നെ കോഡ് 95, ടാക്കോ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൂടെ അറിയിക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.